സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉന്നത കുലജാതനെ പറ്റി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഉന്നത കുലജാതനെ പറ്റി പറയാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എയിംസ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ എയിംസ് നമ്മുടെ ആലപ്പുഴയിൽ വരുമെന്നും തൃശ്ശൂർ വരുമെന്നും ഒക്കെ പലയിടങ്ങളിലും കലുങ്ക് സംവാദ പരിപാടികൾ നടത്തി കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന ഒരാളാണ് നമ്മുടെ എല്ലാവരുടെ ഉന്നത കുലജാതനായിട്ടുള്ള സുരേഷ് ഗോപിജി. അങ്ങനെ ആ പുള്ളി ഈ കാര്യങ്ങളെല്ലാം എല്ലായിടത്ത് പോകുമ്പോഴും പറഞ്ഞുകൊണ്ട് കയ്യടി വാങ്ങുകയും മാധ്യമ ശ്രദ്ധ നേടിയെടുക്കുകയും പലയിടങ്ങളിലും പല രീതിയിലുള്ള അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ആ കാര്യങ്ങളൊക്കെ ഏറെ വിമർശനാത്മകവും അതേപോലെ തന്നെ ഒരുപാട് വിശകലനം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാ മാധ്യമങ്ങളും നമ്മളും അടക്കം. അപ്പം അങ്ങനെ ഈ ഒരു ബഡ്ജറ്റ് കേന്ദ്രം ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് സുരേഷ് ഗോപിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയെന്നായിരുന്നു നമ്മളെല്ലാവരും അന്വേഷിച്ചത്. എയിംസ് ആലപ്പുഴയിലും തൃശ്ശൂരും വരുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ട് നടന്ന സുരേഷ് ഗോപിജി കേന്ദ്രം ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മുടെ കേരളത്തിനായിട്ടല്ല നമ്മുടെ സംസ്ഥാനത്തിനായിട്ട് നൽകിയൊരു വലിയ രീതിയിലുള്ളൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ അനൗൺസ് ചെയ്തൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമകൃഷിയാണ് കേട്ടോ. അതായത് ആമ സംരക്ഷണ കേന്ദ്രം വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആമയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സംരക്ഷണ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് അവർ അവതരിപ്പിച്ചു. അങ്ങനെ നമ്മളാരും സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലുള്ളൊരു ബഡ്ജറ്റ് അവതരണമായിരുന്നു ഇത്തവണ ഉണ്ടായത്. അത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. അപ്പോൾ അന്ന് ഈ ഒരു വിഷയങ്ങളിൽ എയിംസ് വരുമെന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ പറ്റി KB ഗണേഷ് കുമാർ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് എന്താണ് പറയുന്നതെന്ന് അയാൾക്ക് പോലും അറിയില്ല. അയാൾ അവിടെ പോകുമ്പോൾ ഇവിടെ വരുമെന്നും ഇവിടെ വരുമ്പോൾ അവിടെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ എന്തൊക്കെയോ പ്രഹസനങ്ങൾ ആണെന്നാണ് നമ്മുടെ KB ഗണേഷ് കുമാർ പറഞ്ഞത്. അപ്പോൾ KB ഗണേഷ് കുമാറിൻ്റെ വാക്കിന് മറുപടി എന്നോണമാണ് സുരേഷ് ഗോപി ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് പറഞ്ഞത്. എയിംസ് വരുമെന്ന് പറഞ്ഞാൽ എയിംസ് വരും മറ്റേ മോനെ അങ്ങനെ പറഞ്ഞ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതാണല്ലേ. അപ്പോൾ അതിനുശേഷം ബഡ്ജറ്റുമൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് സുരേഷ് ഗോപിയെ എല്ലാ മാധ്യമങ്ങളുടെ മുൻപിലേക്കും കിട്ടുന്നത്. ബഡ്ജറ്റിന് ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വന്ന് ഇരുന്ന് കൊടുക്കുന്ന ഒരു അവസരമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഓന്ത് പോലും മാറാത്ത രീതിയിൽ നിറം മാറുന്ന ഒരു സുരേഷ് ഗോപിയെ നമ്മൾ ആ മാധ്യമങ്ങളുടെ ചർച്ചകൾക്കിടയിൽ കണ്ടു. സുരേഷ് ഗോപി അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. സുരേഷ് ഗോപി എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളൊരു പോസ്റ്റിലുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അമ്മ സത്യം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മറ്റേ മോൻ എന്ന വിളിയിൽ മലക്കം മറിഞ്ഞ് സുരേഷ് ഗോപി. ഞാൻ പ്രധാനമന്ത്രിയും ആരോഗ്യമന്ത്രിയുമല്ല, ജനത്തിൻ്റെ ആവശ്യം പറഞ്ഞെന്ന് മാത്രം. എയിംസിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി. അപ്പോൾ അതിൽ സുരേഷ് ഗോപി എന്താണ് പറയുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഈ സൈഡിലൊന്ന് ആടിയെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ എയിംസിൻ്റെ കാര്യത്തിൽ സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള അത് കൊടുക്കുന്നതിനടക്കമുള്ള പ്രതിബന്ധങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഒരു കോൺഫിഡൻസോടൊരു സംഭവം പറഞ്ഞായിരുന്നല്ലോ. പെരുമട എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇത്രയേ ഉള്ളൂ. സത്യം പറയണം, എന്റെ നെഞ്ചത്ത് കൈവച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ച അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ച അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയാം, എൻ്റെ അമ്മയാണ് സത്യം. ഞാൻ മറ്റേ മോനെ നല്ല ഉദ്ദേശിച്ചത്, മറ്റേ മകനെ എന്നാണ്. കേട്ട നമ്മുടെ തെറ്റാണ് കേട്ടോ. ബാക്കി കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് അന്നേരം എടുത്ത് പറയാൻ തോന്നിയില്ല. മറ്റേ ഇത് പറഞ്ഞ ആ മോനില്ലേ എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചത്. അതും കേട്ട് ചിരിക്കാനും കൈയടിക്കാനും കുറച്ച് ആളുകൾ അടുത്തിരിപ്പുണ്ട് കേട്ടോ. അത് മാധ്യമത്തിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു. എനിക്ക് അയാളുടെ പേരപ്പോൾ വിളിക്കാൻ തോന്നിയില്ല. അത് വരുമെന്ന് പറഞ്ഞില്ലേ മറ്റേ മോനെ അല്ല മറ്റേ മകനെ എന്ന് എനിക്ക് പറയാൻ തോന്നിയുള്ളൂ. വാക്കിലും പ്രവൃത്തിയിലും കുറച്ചൊക്കെ ശുദ്ധി വന്നിരിക്കുന്നു സുരേഷ് ഗോപിക്ക്. എന്റെ അമ്മ സത്യം, നിങ്ങളെല്ലാം കൂടി വ്യാഖ്യാനിച്ച് അത് അങ്ങനെ ആക്കി എടുക്കണം ഇലക്ഷൻ വരുന്നതുകൊണ്ട് എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടായെങ്കിൽ എനിക്ക് അതിനകത്ത് എന്താണ് പരിതപിക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ തെറ്റാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി വ്യാഖ്യാനിച്ച് അങ്ങനെ ആക്കിയതാണ്. സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് പറഞ്ഞത് നമ്മൾ വ്യാഖ്യാനിച്ചാക്കിയതാണ്. സുരേഷ് ഗോപി അങ്ങനെ അല്ല അവിടെ പറഞ്ഞത്. അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. പണ്ട് ഇതുപോലെ ഈ ഉന്നത കുലജാതനെന്നും പ്രജകളെന്നും ഒക്കെ പറഞ്ഞ സമയത്ത് എല്ലാവരും സുരേഷ് ഗോപി എടുത്തിട്ട് പൊങ്കാലയിട്ടു അല്ലേ. അതായത് പ്രജകളെന്ന് പറയുന്നത് രാജാവിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയാണ് പ്രജകളെന്ന് വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്തു. അപ്പോൾ അതേ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പ്രജകളെന്ന് പറഞ്ഞ കാര്യമല്ല, പ്രജാതന്ത്രം എന്ന് പറഞ്ഞ കാര്യത്തിനെ നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് പ്രജകൾ, എന്താണ് പ്രജാതന്ത്രമെന്ന്. അതായത് ജനങ്ങൾ തന്നെ വിധി നടപ്പിലാക്കുകയും ജനങ്ങൾ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും ജനാധിപത്യ രാജ്യവുമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്നാൽ സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്താഗതി താൻ വലിയ ജന്മിയുടെ കൊച്ചുമകനാണ്, താൻ വലിയ ജന്മിയാണെന്നൊക്കെ ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ സുരേഷ് ഗോപി പ്രജാതന്ത്രം എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് പ്രജയാണെന്നും എന്തിൻ്റെ പേരിലാണ് പറയുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് വലിയ റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സുരേഷ് ഗോപി ഉദ്ദേശിച്ച പ്രജ എന്താണെന്നും പ്രജാതന്ത്രം എന്താണെന്നും നമുക്ക് അപ്പോഴേ മനസ്സിലായി. അവിടെയും മലക്കം മറിഞ്ഞ് അവിടെയും ഉരുണ്ട് കളിച്ച് റോഡ് റോളർ പോലും ഉരുളാത്ത രീതിയിൽ ഉരുണ്ട സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഈ ഒരു എയിംസ് വിഷയത്തിലെ പ്രതികരണത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിവാദപരമായിട്ടുള്ള
തമ്മിലായിട്ടുള്ള സംഭാഷണത്തിനെ പറ്റി ചോദിക്കുമ്പോഴും അതേ മലക്കം മറിച്ചിൽ തന്നെയാണ് കാണുന്നത്. ബാക്കിയൂടെ കണ്ടു നോക്കാം. എന്താണ് വേണ്ട, വീണ്ടും ഞാൻ അങ്ങനെ ഇത് ഞാൻ പുച്ഛത്തോടെ തള്ളുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് പറഞ്ഞത്. അതായത് ഇനി ഞാൻ വീണ്ടും അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ എന്തൊക്കെയോ വെറുതെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങളാണ് ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ് പറയുന്നത്. വേറൊരു പോസ്റ്റിൽ ഞാൻ കണ്ടത്, എയിംസ് പ്രഖ്യാപിച്ചല്ലോ, സ്ഥലം സംസ്ഥാനം കണ്ടെത്തി തരണം. ആലപ്പുഴയിൽ എയിംസ് വരണമെന്നുള്ളത് 2015 മുതലുള്ള നിലപാട്. ഒരുപാട് ആളുകളുടെ കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലെല്ലാവരും ചോദിക്കുന്നത് എയിംസ് സ്ഥലം എവിടെയാണ് മറ്റേ മോനെ എന്നൊക്കെയാണ്. ഇതിൽ വേറൊരു വീഡിയോയിൽ സുരേഷ് ഗോപി പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ. കേരളത്തിൽ എയിംസ് വന്നിരിക്കും എന്ന് പറഞ്ഞത് 2026 വരും എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഭാഗത്ത് വീണ്ടും തെറ്റ്. കേരളത്തിൽ എയിംസ് വന്നിരിക്കും, 2026 വരുമെന്ന് ഞാൻ പറഞ്ഞോ? നല്ല രീതിയിൽ മലക്കം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അതിവിദഗ്ധമായിട്ട് എസ്കേപ്പ് അടിച്ചു പോകുന്ന ഉന്നത കുലജാതനെയാണ് കേട്ടോ നിങ്ങളിവിടെ കാണുന്നത്. ഇതൊക്കെയാണ് പുള്ളിയുടെ ഉള്ളിലുള്ള ചിന്താഗതികൾ. ഇതൊക്കെയാണ് പുള്ളി എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, നല്ലൊരു മനസ്സിൻ്റെ ഉടമ. ഇതൊക്കെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയിംസ് വരും എന്ന് എല്ലായിടത്തും പോകുമ്പോൾ പറയുന്നുണ്ട്. നമ്മൾ ഈ നാളത്തെ കേരള എന്ന് പറയുന്നുണ്ട്. എന്നത്തെ കേരളയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കേരളം ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് സുരേഷ് ഗോപി പറയുന്നത്. അതായത് ലോട്ടറി ടിക്കറ്റ് വിൽപ്പന പോലെ എയിംസ് വരും എന്ന് വരും, എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ സുരേഷ് ഗോപി അങ്ങ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോയുടെ ബാക്കി എന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കാമേ. ഇപ്പൊ കാണുന്നില്ലേ, തെരുതെര നടന്ന് ഉദ്ഘാടനവും നിർമ്മാണ പ്രവർത്തനവും ഒക്കെ തുടങ്ങി വെക്കുന്ന കണ്ടില്ലേ? 2 മാസം അപ്പുറം ഇലക്ഷൻ ഉള്ളപ്പോ. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ അവകാശമാണ് സാർ. പക്ഷെ അത് ഞങ്ങൾ ചെയ്യുമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇപ്പൊ സജ്ജമാകും. 2027 അല്ലെങ്കിൽ 28 സാധ്യമാവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വാഗ്ദാനം ആരാ മുന്നോട്ട് വെച്ചത്? എന്റെ ടേം അവസാനിച്ച് അടുത്ത തവണ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് കേരളത്തിൽ സർക്കാരുകൾ, ഇനി മാറി വരുന്ന സർക്കാരുണ്ടെങ്കിൽ അവര്, അതല്ല എവരാ വരുന്നതെങ്കിൽ അവര്, അതല്ല പുതിയ സർക്കാരാ വരുന്നതെങ്കിൽ അവര് സ്ഥലം എടുത്ത് തന്നാൽ ഇത് വരാതിരിക്കാൻ ഒരു കാരണവുമില്ല. ഇതിൽ കൂടുതൽ ഞാൻ ക്ലിയർ ആക്കണം. പിന്നെ അതിനെന്തിനാ നിങ്ങൾക്ക് സംശയം? എനിക്ക് സംശയമില്ല. മത്സരിക്കില്ല എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരില്ല എന്നാ പറഞ്ഞത്. പക്ഷെ മത്സരിക്കാനും അവർക്ക് എന്നെ ജയിപ്പിക്കാനും മതിയായ കാരണങ്ങൾ വേറെ കാണും. അതിപ്പോ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും. കണ്ടില്ലേ? അതായത് എയിംസ് വരും. എന്നാണ് എയിംസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് വരുന്നതെന്ന് പറയാനില്ല. കാരണം അത് എപ്പോൾ വരുമെന്നൊന്നും പുള്ളിക്കാരന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് പോലെയുള്ളൊരു വാഗ്ദാനമാണ് താനും പറഞ്ഞത്. എല്ലാ പാർട്ടികളും ഒരു വാഗ്ദാനം നടത്താറുണ്ട്, പക്ഷെ അതുപോലെ ഞാൻ നടത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ സുരേഷ് ഗോപിജി, നിങ്ങൾ പറയുന്ന വേറെ കാര്യമുണ്ട്. നാട് നീളെ നടന്നുകൊണ്ട് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞില്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ടല്ല, അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ സമയോചിതമായി ഇടപെട്ട് ചെയ്യുന്നുമുണ്ട്. വെറും വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളെപ്പോലെ പുലമ്പിക്കൊണ്ട് വെറുതെ പാഴ്വാക്കുകൾ പറഞ്ഞ് നടക്കാറില്ല ഈ ഒരു സർക്കാർ. അത് ഞാൻ സർക്കാരിനെ മാത്രം പൊക്കി അടിക്കുന്നതൊന്നുമല്ല, അതൊരു സത്യാവസ്ഥ തന്നെയാണ്. അതായത് സുരേഷ് ഗോപി എല്ലായിടത്തും ഇറങ്ങി നടന്നുകൊണ്ട് നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എയിംസ് വരും. എന്നാൽ എന്ന് എയിംസ് വരും എന്നുള്ളതിനെപ്പറ്റി ചോദിക്കുമ്പോൾ 2026 തന്നെ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് എപ്പോഴാണെങ്കിലും വരും. ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപ് വരും. ഇനി എയിംസ് വരാതെ ഞാൻ ആരുടെയും വീട്ടിൽ വോട്ട് ചോദിച്ചുകൊണ്ട് വരില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്തോ വാക്കിലും പ്രവർത്തിയിലും ശുദ്ധി വന്നിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോയിലും കാണാൻ പറ്റും. അതായത് ഒരു ധാർഷ്ട്യമോ അല്ല അഹങ്കാരമോ ഒന്നും അതിനകത്ത് കാണാനില്ല. കാരണം ഇനിയും താമര വിരിയുമോ എന്നുള്ളൊരു പേടിയായിരിക്കും. നല്ല പേടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം വേടം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്, നിങ്ങളെല്ലാവരും നോക്കി വോട്ട് ചെയ്യണം മക്കളെ. നമ്മൾ ന്യൂനപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും പറയാനും പാടാനും സഞ്ചരിക്കാനും എല്ലാം സാധിക്കുന്നത്. ഇതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ നമ്മളെ എന്നേ തിന്നിട്ട് പോയാലെന്നാണ് വേടം പറഞ്ഞത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രവൃത്തിയും അല്ല സുരേഷ് ഗോപിയുടെ വാക്കുകളും. സുരേഷ് ഗോപി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരോ നിർബന്ധിച്ച് എയിംസ് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് അപ്രൂവലിന് കൊടുത്ത് അല്ലെ അപേക്ഷ കൊടുത്ത് അതിനെ സാങ്ഷൻ ചെയ്യാൻ നോക്കിയിട്ട് നടക്കാതെ പോയതുപോലെയാണ് പറയുന്നത്. വെറുതെ എന്തൊക്കെയോ വിടുവായത്തരവും പറഞ്ഞുകൊണ്ട് നടന്നിട്ട്
അതിൻ്റെ ഒരു ആ പറഞ്ഞതുമായിട്ട് ഒരു വാക്കിന് നീതി പുലർത്താൻ പോലും സാധിച്ചില്ല എന്ന് മാത്രവുമല്ല, അതിന് പകരമായിട്ട് ആമകൃഷിക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വലിയൊരു രീതിയിലുള്ള സംഭാവന നടത്തിയിട്ട് പോയ സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടത്. ഒരു രീതിയിലും കേരളത്തിനെ അംഗീകരിക്കാതെ കേരളത്തിനെ എപ്പോഴും തഴഞ്ഞിടണം എന്നുള്ള ചിന്താഗതി തന്നെയാണ് ഇവിടെയും നമ്മൾ നേടിച്ച് കാണുന്നത്. അപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഇവിടെ എയിംസ് എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ടൈമൊന്നും പറഞ്ഞില്ല, അത് എപ്പോൾ വേണമെങ്കിലും വരുന്നതാണ്. പിന്നെ എന്തിനാണ് ഈ നാട് നീളം നടന്നുകൊണ്ട് ഇങ്ങനത്തേക്ക് ഈ പറയുന്ന രീതിയിൽ പുലമ്പിക്കൊണ്ട് നടക്കുന്നത്? 2500 അല്ലെ 3000 ഏക്കറോളം കൃഷിഭൂമി കുട്ടനാട്ടിലുള്ള ഒരു കൊച്ചുമകനാണ്, അല്ലെ ഒരു മുത്തച്ഛൻ്റെ കൊച്ചുമകനാണ് ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മെഴുകിയ സുരേഷ് ഗോപി ഇവിടെയും വന്ന് മെഴുകാൻ ശ്രമിക്കുന്നത്, അല്ലെ ഇവിടെയും വന്ന് പറയാൻ ശ്രമിക്കുന്നത് താൻ വലിയ ജന്മിയുടെ മകനാണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ജന്മിയുടെ മകനായിട്ടുള്ള ഒരാൾ പ്രജാതന്ത്രം എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കത് എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഈ എയിംസ് വിഷയത്തിലും മലക്കം പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി കാണിക്കുന്ന ഒരു നിലപാട്, ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ വേറെ പേരുകൾ പറയണം, പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. എന്തിനാണെങ്കിലും സുരേഷ് ഗോപി ഈ രീതിയിൽ മലക്കം പറഞ്ഞുകൊണ്ടുള്ളൊരു പരിപാടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, പക്ഷേ എല്ലാം അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലുള്ള ഒരു മറുപടികളാണ്. എന്തൊരു കഷ്ടവും എന്തൊരു മണ്ടത്തരമൊക്കെയാണല്ലേ പറഞ്ഞു കൂട്ടുന്നത്, അല്ലെ കാണിച്ചു വെക്കുന്നത്. കഷ്ടം തന്നെ, നാണം കെട്ടൊരവസ്ഥ. നല്ലതാണ്, സംഖ്യകളെ ഇനിയും പൊക്കിക്കൊണ്ട് നടക്കൂ സുരേഷ് ഗോപിജിയെ. ഒരുപാട് വാനോളം ഉയർത്തൂ. വലിയൊരു നേതാവാണ്, വലിയൊരു ദൈവതുല്യനാണ് അദ്ദേഹം. നന്നായി വരട്ടെ.